ഡോക്ടർ ഡിയാഗോ ഷേസിന്റെ മേശകൾക്ക് മുന്നിൽ തളർന്ന കണ്ണുകളുമായി ഒരു കൊച്ചു ബാലനിരിക്കുന്നു. കണ്ടാൽ അവനെ 6-7 വയസ്സ് തോന്നിക്കുമെങ്കിലും അവന്റെ പ്രായം 11 തന്നോടൊപ്പം കളിക്കുന്ന സമപ്രായക്കാരിൽ ഏറ്റവും ചെറിയ അത്ഭുത ബാലൻ. ഗ്രൗണ്ടിലേക്ക് ടീം ഇറങ്ങുമ്പോൾ എല്ലാ കാണികളും അവനെ തുറച്ചു നോക്കും. അവന് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് അവരെല്ലാവരും പറയും. അതെല്ലാം കിക്ക് ഓഫ് വരെ മാത്രമായിരുന്നു നീണ്ടു നിന്നിരുന്നത്. ആ പുൽമൈതാനിയിൽ ഒരു കൊച്ചു മുയലിനെ പോലെ അവൻ കുതിച്ചു പായും. നിറഞ്ഞ കയ്യടികളോട് കൂടിയായിരുന്നു ഓരോ മത്സരവും അവസാനിപ്പിച്ചിരുന്നത്. ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി 3000-ൽ ഒരു കുട്ടിക്ക് മാത്രം വരുന്ന ഒരു അസുഖം. ഒരു സ്റ്റീൽ കമ്പനിയിൽ ജോലി നോക്കിയിരുന്ന അവന്റെ പിതാവിനെ ആ ചികിത്സാ തുക താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കൊച്ചു ബാലനുമായി ആ പിതാവ് അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചു കടന്നു. തന്റെ മകൻ ഗ്രൗണ്ടിൽ പന്ത് തട്ടുന്ന വീഡിയോ ബാർസ ഏജന്റുമാർക്ക് അവർ കാണിച്ചു കൊടുത്തു. അങ്ങനെ യൂത്ത് ടീമിൽ കളിക്കാനുള്ള അവസരങ്ങളും നൽകപ്പെട്ടു. എന്നാൽ പോലും തന്റെ മകനുമായി ഒരു കരാർ ഒപ്പുവെക്കാൻ ബാർസ തീരുമാനിച്ചിരുന്നില്ല. ഞാൻ അവനെ മറ്റു വല്ല ക്ലബിലേക്കും കൊണ്ടുപോയിക്കോളാം. ഇത് കേട്ട ബാർസ അധികാരി തന്റെ മുന്നിലിരുന്ന തീൻമേശയിൽ നിന്നും ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഇങ്ങനെ എഴുതി: ഞാൻ ചാർലി റസാച്ച്, FC ബാഴ്സലോണയുടെ ടെക്നിക്കൽ സെക്രട്ടറി എന്ന നിലയിലുള്ള എന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ പറയുന്നു, എന്തൊക്കെ എതിരഭിപ്രായങ്ങളുണ്ടെങ്കിലും ഈ താരവുമായി കരാർ ഒപ്പുവെക്കുന്നു. നൂറ്റാണ്ട് ചരിത്രമുള്ള കാൽപന്തുകളിലെ ഏറ്റവും മൂല്യമേറിയ ഒപ്പുപതിയാനുള്ള യോഗം ആരുടെയൊക്കെയോ കയ്യിൽ ഞെരിഞ്ഞമരാനിരുന്ന ആ ടിഷ്യൂ പേപ്പറിനായിരുന്നു. ദി ഗോട്ട്, ദി ലയണൽ ആൻഡ്രെ മെസ്സി.